ചലച്ചിത്ര മേഖലയിലെ പരമോന്നത ബഹുമതിയായ ദാദാ സാഹേബ് ഫാൽക്കെ പുരസ്കാരം നടൻ മോഹൻലാൽ രാഷ്ട്രപതിയിൽ നിന്ന് ഏറ്റുവാങ്ങി. എൻ്റെ ആത്മാവിൻ്റെ സ്പന്ദനമാണ് സിനിമയെന്നും ഈ പുരസ്കാരം മലയാള സിനിമയ്ക്കും പ്രേക്ഷകർക്കും സമർപ്പിക്കുന്നതായും മോഹൻലാൽ പറഞ്ഞു. ഡൽഹിയിലാണ് 71ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാര വിതരണം നടന്നത്. 5 പുരസ്കാരങ്ങളാണ് ഇത്തവണ മലയാള സിനിമ സ്വന്തമാക്കിയത്. പൂക്കാലം സിനിമയിലെ അഭിനയത്തിന് മികച്ച സഹനടനുള്ള പുരസ്കാരം വിജയരാഘവനും, ഉള്ളൊഴുക്കിലെ അഭിനയത്തിന് മികച്ച സഹനടിക്കുള്ള പുരസ്കാരം ഉർവശിയും സ്വന്തമാക്കി. മികച്ച മലയാള ചിത്രത്തിനുള്ള പുരസ്കാരം ഉള്ളൊഴുക്കിനാണ്. അവാർഡ് വിതരണ ചടങ്ങിൽ കേന്ദ്ര വാർത്താ വിതരണ മന്ത്രി അശ്വിനി വൈഷ്ണവും പങ്കെടുത്തു. മികച്ച എഡിറ്റർ പുരസ്കാരത്തിന് പൂക്കാലം സിനിമയുടെ എഡിറ്റർ മിഥുൻ മുരളിയാണ് അവാർഡിന് അർഹനായത്. നോൺ ഫീച്ചർ സിനിമ വിഭാഗത്തിൽ MK രാംദാസ് സംവിധാനം ചെയ്ത നെക്കൽ തിരഞ്ഞെടുക്കപ്പെട്ടു. വിവരങ്ങളുമായി ശ്രീകാന്ത് ചേരുന്നു. ശ്രീകാന്ത്, മലയാളത്തിൻ്റെ അഭിമാനം വാനോളം ഉയർന്ന നിമിഷം. നടൻ മോഹൻലാലിന് നമ്മുടെ ഭാരതത്തിലെ ചലച്ചിത്ര മേഖലയിലെ പരമോന്നത പുരസ്കാരം ദാദാ സാഹേബ് ഫാൽക്കെ പുരസ്കാരം ഏറ്റുവാങ്ങിയ നിമിഷം. മോഹൻലാലിനൊപ്പം 5 മലയാളികൾക്കും ഈ ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങൾ ഈ ചടങ്ങിൽ ഏറ്റുവാങ്ങാൻ സാധിച്ചു. ഈ ചടങ്ങിൽ മോഹൻലാൽ പറഞ്ഞ കാര്യങ്ങൾ, അവിടെ പങ്കെടുത്ത മുഴുവരും എഴുന്നേറ്റ് നിന്ന മോഹൻലാലിന് ആദരവ് നൽകിയ ആ നിമിഷത്തെപ്പറ്റി ശ്രീകാന്ത്. ഇന്ന് വിഗ്യാൻ ഭവനിൽ വൈകിട്ട് 4 മണിക്കായിരുന്നു ചലച്ചിത്ര അവാർഡുകൾ വിതരണം ചെയ്തത്. 2023 ചലച്ചിത്ര അവാർഡുകളാണ് വിതരണം ചെയ്തത്. അടൂർ ഗോപാലകൃഷ്ണന് ശേഷം ഒരു മലയാളിക്ക് ഈ ഫാൽക്കെ അവാർഡ് കിട്ടുന്നു എന്നുള്ളത് മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അഭിമാനകരമായ കാര്യമാണ്. മാത്രമല്ല, അത് മലയാളികളുടെ സ്വകാര്യ അഹങ്കാരം ലാലേട്ടന് ലഭിക്കുന്നു എന്നുള്ളതും ഇതിൽ എടുത്തു പറയേണ്ട കാര്യമാണ്. ഇന്ന് മോഹൻലാൽ ഈ വേദിയിലേക്ക് എത്തിയപ്പോൾ എഴുന്നേറ്റ് നിന്ന് കരഘോഷത്തോടെയാണ് ഇന്ത്യൻ സിനിമാ ലോകം അദ്ദേഹത്തെ സ്വാഗതം ചെയ്തത്. അദ്ദേഹം ആ അവാർഡ് ഏറ്റുവാങ്ങിയതിനു ശേഷം നടത്തിയ പ്രസംഗം അത് ഹൃദയത്തിൽ തൊടുന്നതായിരുന്നു എന്ന് പറയാം. തൻ്റെ ആത്മാവിൻ്റെ സ്പന്ദനമാണ് സിനിമയെന്നും സ്വപ്നത്തിൽ പോലും ഇത്തരമൊരു നിമിഷം പ്രതീക്ഷിച്ചില്ലെന്നും മോഹൻലാൽ പറയുകയുണ്ടായി. അത് അദ്ദേഹത്തിൻ്റെ വിനയത്തിൻ്റെ അങ്ങേയറ്റം സൂചിപ്പിക്കുന്നത് തന്നെയാണ്. കാരണം ഈ കഴിഞ്ഞ പതിറ്റാണ്ടൊക്കെ തന്നെ മലയാളിയെ ചിരിപ്പിച്ചും ചിന്തിപ്പിച്ചും കരയിച്ചും കടന്നുപോയ മഹാനടനാണ് മോഹൻലാൽ. അദ്ദേഹം ആ വേദിയിൽ നമ്മറ ശിരസ്കനായി ഇന്ത്യൻ സിനിമാ ലോകത്തിന് മുന്നിൽ നിന്നുകൊണ്ടാണ് അദ്ദേഹം ഈ പ്രസംഗം നടത്തുകയുണ്ടായത്. അതേസമയം തന്നെ രാഷ്ട്രപതിയും ഒപ്പം വാർത്താ വിതരണ പ്രക്ഷേപണ വകുപ്പ് മന്ത്രി അശ്വിനി വൈഷ്ണവും അദ്ദേഹത്തെ പുകഴ്ത്തി രംഗത്തെത്തി. വിവിധ ഭാവങ്ങൾ തന്മയത്വത്തോടെ അവതരിപ്പിക്കാൻ കഴിയുന്നത് കൊണ്ടാണ് മോഹൻലാലിനെ കംപ്ലീറ്റ് ആക്ടർ എന്ന് വിളിക്കുന്നതെന്നും രാജ്യത്താകമാനം സന്തോഷം അലയടിക്കുകയാണ് ഈ പുരസ്കാര ലബ്ധിയിലെന്നും രാഷ്ട്രപതി പറയുകയുണ്ടായി. അത് ഒരു നടൻ എന്ന നിലയിൽ മാത്രമല്ല, ഒരു പൗരൻ എന്ന നിലയിലും മോഹൻലാലിനെ സംബന്ധിച്ചിടത്തോളം അങ്ങേയറ്റം ആദരിക്കപ്പെട്ട നിമിഷമാണ്. വാർത്താ വിതരണ പ്രക്ഷേപണ വകുപ്പ് മന്ത്രി പറഞ്ഞത് താങ്കൾ ഒരു ഉഗ്രൻ നടനാണ് എന്നും യഥാർത്ഥ ഇതിഹാസമാണ് എന്നുമായിരുന്നു. മലയാളത്തിലാണ് അദ്ദേഹം മോഹൻലാലിനെ ഈ രീതിയിൽ അഭിനന്ദിക്കുകയുണ്ടായത്. മികച്ച സഹനടനുള്ള ദേശീയ അവാർഡ് വിജയരാഘവനും സഹനടിക്കുള്ള പുരസ്കാരം ഉർവശിയും ഏറ്റുവാങ്ങി. മികച്ച ചിത്ര സംയോജനത്തിന് മിഥുൻ മുരളി, മികച്ച ഡോക്യുമെൻ്ററിക്ക് രാംദാസ് വയനാട് എന്നിവരും പുരസ്കാരം ഏറ്റുവാങ്ങിയിട്ടുണ്ട്. മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഇത് മറക്കാനാകാത്ത ദിവസം എന്ന് തന്നെ പറയേണ്ടി വരും. ആ നിമിഷങ്ങൾ അത് രോമാഞ്ചം ഉണ്ടാക്കുന്ന നിമിഷങ്ങളാണ് കടന്നുപോയത്. അദ്ദേഹം അവിടെ എത്തി, അവിടെ ശാന്തനായി ശാന്തഭാവത്തോടെ ഇരുന്നു. ഒടുവിൽ തൻ്റെ പേര് വിളിക്കുമ്പോഴെത്തി. ഇന്ത്യൻ സിനിമാ ലോകത്തിന് മുന്നിൽ തലയുയർത്തി നിൽക്കുന്ന മലയാള സിനിമയെ ആ വേദിയിൽ നമുക്ക് കാണാൻ സാധിക്കുമായിരുന്നു. അതിന് കാരണക്കാരൻ മലയാളത്തിൻ്റെ ബിഗ് എം ആണ്, അതായത് മോഹൻലാൽ. തീർച്ചയായും മലയാളികളുടെ അഭിമാനത്തിൻ്റെ പൂക്കാലമായിരുന്നു ഇന്ന് ഡൽഹിയിൽ കണ്ടത്. പരമോന്നത ചലച്ചിത്ര ബഹുമതി നടൻ മോഹൻലാൽ മലയാളത്തിനു വേണ്ടി ദാദാ സാഹേബ് ഫാൽക്കെ പുരസ്കാരം ഏറ്റുവാങ്ങി. മോഹൻലാലിനൊപ്പം മറ്റ് 5 മലയാളികൾ കൂടി ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിന് അർഹത നേടി. അവരും രാഷ്ട്രപതിയിൽ നിന്ന് പുരസ്കാരങ്ങൾ ഏറ്റുവാങ്ങി. മോഹൻലാലും ഈ പുരസ്കാരത്തെ സംബന്ധിച്ച് അവിടെ ഹൃദയസ്പർശിയായി സംസാരിക്കുകയും ചെയ്തു. വിവരങ്ങൾ നൽകുകയായിരുന്നു ഡൽഹിയിൽ നിന്നും ശ്രീകാന്ത്.